Good morning. Bodhisattva complete ചെയ്ത ഒരു പ്രീമിയം പ്രൊജക്റ്റ് ആണുള്ളത്. സ്ഥലം കൊറോങ്കോണം, ട്രിവാൻഡ്രം. നമ്മളൊരു 10 കിലോവാട്ടിന്റെ പ്രൊജക്റ്റ് ഓൾറെഡി ഇവിടെ ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ വീഡിയോസ് യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഡോക്ടർ നന്ദകുമാറാണ് നമ്മുടെ ഒപ്പം ഉള്ളത്, ഡോക്ടർ നന്ദകുമാർ സാറ്. അതിന് റിവ്യൂ തന്നിട്ടുള്ളത് സാറിന്റെ മകനായ ഗണേഷ് സാറാണ്. 10 കിലോവാട്ട് വിത്ത് വാരി പാനൽ ആൻഡ് സോഫാർ ഇൻവെർട്ടർ ആയിരുന്നു. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇത് അദാനിയുടെ ബൈഫേഷ്യൽ പാനൽ വിത്ത് എൻഫേസ് ഇൻവെർട്ടർ ആണ്, മൈക്രോ ഇൻവെർട്ടർ. 45 പാനൽസ് ആണ് ഉള്ളത്, 45 ഇൻവെർട്ടേഴ്സും. ഞാൻ അമേരിക്കയിൽ നിന്ന് റിട്ടയർ ചെയ്ത ന്യൂറോളജി പ്രാക്ടീസ് ചെയ്തുകൊണ്ടുള്ള ഡോക്ടറാണ്. അമേരിക്കയിൽ നിന്ന് ഇവിടെ വന്ന് താമസിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് ഏറ്റവും അധികം ഇഷ്ടമായത് ഇവിടുത്തെ ഈ സോളാർ എനർജികൾ കൊണ്ട് ഉണ്ടാക്കുന്ന ഇലക്ട്രിസിറ്റിയാണ്. ഇതുകൊണ്ട് നമുക്ക് ഗ്രീൻ എനർജി ഉണ്ടാക്കുകയും അറ്റ്മോസ്ഫിയറിക് പൊല്യൂഷൻ ഇല്ലാതെ എനർജി ഉണ്ടാക്കാമെന്നുള്ള ഇത് കണ്ടപ്പോൾ എനിക്ക് വളരെയധികം ഇമ്പ്രസ്ഡ് ആയി. ഇത് അമേരിക്കയിൽ ഇപ്പോഴ് പല വീടുകളിൽ ഇപ്പോൾ വെക്കുന്നുണ്ട്. ഇതുകൊണ്ട് ആദ്യം 10 യൂണിറ്റ് ഞങ്ങളിവിടെ ഇത് ചെയ്തു. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ റിസൾട്ട് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ചുകൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യണം. രണ്ടാമത് ഞങ്ങൾ 25 കിലോ യൂണിറ്റ് വെച്ചു. അത് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഇപ്പോഴും വരുന്നുണ്ട്. പലരും ഇത് കണ്ടിട്ട് കൂടുതലായിട്ട് അതിൽ ഇൻവോൾവ് ചെയ്യണം എന്നുള്ളതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഞങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന കാര്യം. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ KSEBയുടെ ഇലക്ട്രിസിറ്റി ഷോർട്ടേജ് ഒക്കെ ഉള്ളപ്പോൾ ഇതൊരു അഡീഷണൽ സോഴ്സ് ഓഫ് എനർജി ആകുമെന്നുള്ളതാണ് എൻ്റെ ഉദ്ദേശം. അത് നമുക്ക് മോണിറ്ററി ആയിട്ടുള്ള ബെനിഫിറ്റ് മാത്രമല്ല, നമുക്ക് ഈ സ്റ്റേറ്റിനെ തന്നെ ഈ രാജ്യത്തെ തന്നെയും ഒരു ഗ്രീൻ എനർജി ആക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇവിടെ നമ്മൾ ഫസ്റ്റ് 10 കിലോവാട്ട് വെച്ചത് ആ സമയത്ത് ഒരു ഇലക്ട്രിസിറ്റി ബില്ലിൽ ആ ഒരു 10 കിലോവാട്ട് മതി എന്നുള്ളതായിരുന്നു. സാറ് പറഞ്ഞ പോലെ സാറ് അമേരിക്കയിൽ നിന്ന് വന്നതിന് ശേഷം കറണ്ട് ബില്ല് അറൌണ്ട് 35,000 to 40,000 വീണ്ടും വന്നു തുടങ്ങി. ആ സമയത്താണ് സാർ നമ്മളെ കോൺടാക്ട് ചെയ്യുന്നതും ഇവിടെ ഇനി എത്ര വെച്ചാൽ നമുക്ക് ഇപ്പൊ നിൽക്കുന്ന എനർജി ചാർജ് കുറയ്ക്കാൻ പറ്റുമെന്നും നമ്മളോട് ചോദിച്ചു. അപ്പോഴാണ് 25 കിലോവാട്ട് സജസ്റ്റ് ചെയ്തത്. ഇനി ഇവിടെ ഒരു 5 to 10 കിലോവാട്ട് വെക്കാനുള്ള സ്പേസ് ഉണ്ട്. റൂഫ് ഇതായിരുന്നു. പിന്നെ ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സിന്റെ വീഡിയോസും ഡീറ്റെയിൽസ് എല്ലാം ഓൾറെഡി നമ്മൾ ഷൂട്ട് ചെയ്ത് ഇട്ടിട്ടുള്ളതാണ് യൂട്യൂബിൽ തന്നെ. അങ്ങനെയാണ് 25 കിലോവാട്ട് വെച്ചത്. ഇപ്പം ഫിക്സഡ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ എവറി മന്ത് മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഈ ലാസ്റ്റ് മന്ത് എല്ലാ മന്ത്സും വന്നിരിക്കുന്ന എല്ലാം ഫിക്സഡ് ചാർജസ് മാത്രമാണ്. ഈ സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് ആക്ച്വലി 4th ഫ്ലോറിലാണ്. 5th ഫ്ലോറിൽ സ്വിമ്മിംഗ് പൂള്, 6th ഫ്ലോറിലാണ് നമ്മുടെ ഈ പാനൽ ഇരിക്കുന്നത്. അപ്പം അത്രയും ഒരു ഹൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ പറഞ്ഞ പവർ പ്ലാന്റിൻ്റെ സ്ട്രെങ്ത് നമ്മൾ അത്ര നല്ല ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്ട്രക്ചറിൻ്റെ താഴ്വശത്ത് വെജിറ്റബിൾസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഓൾറെഡി പ്രൂവൺ ആണ്. വെജിറ്റബിൾസ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ കാണാം. അദാനിയുടെ പാനലാണ് വെച്ചിട്ടുള്ളത്. 45 പാനൽസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 45 പാനൽസ്, 45 ഇൻവെർട്ടേഴ്സ് ആണ് ഉള്ളത്. വേറെ ഒരു കാര്യം കൂടി പറയാനുള്ളത് കോൺക്രീറ്റ് ബ്ലോക്സിനെ കുറിച്ചിട്ടാണ്. ഏകദേശം 1.5 അടിയോളം ഹൈറ്റ് ഉണ്ട് കോൺക്രീറ്റ് ബ്ലോക്സിന്. ഇത് നമ്മുടെ ആങ്കർ പ്ലേറ്റ് ചെയ്തിട്ട് ജസ്റ്റ് വെച്ച് പോവുകയല്ല ചെയ്തിട്ടുള്ളത്. ഇഷ്ടികയിട്ട് കെട്ടി ഫുള്ള് ക്ലിയർ ചെയ്തിട്ടാണുള്ളത്. കാരണം നമ്മൾ ഓൾറെഡി നമ്മുടെ എല്ലാ പ്രോജക്റ്റിലും അത് എൻഷുർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ പറഞ്ഞ രീതി ഫോളോ ചെയ്തില്ലെങ്കിൽ ഈ ഇടയ്ക്ക് ഫേസ്ബുക്കിൽ കണ്ട ഒരു സ്ട്രക്ചറിൻ്റെ അവസ്ഥയാണ് ഈ കാണിക്കുന്നത്. ഇതുപോലെ നമുക്കും ഉണ്ടാവാം. സർ, താങ്ക് യു സോ മച്ച്. ഫസ്റ്റ് നമുക്ക് 10 കിലോവാട്ട് തന്നു. അഗെയിൻ യു ഗിവൻ us 25 കിലോവാട്ട്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഓപ്പർച്യൂണിറ്റി. മോദി സോളാർ ആണ് ഇവിടെ 2 തവണ ഇത് ചെയ്തത്. ഇവിടെ അവർ വളരെയധികം പ്രൊഫഷണലായിട്ടും വളരെ ഭംഗിയായിട്ടും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഹൈലി റെക്കമെൻഡ് ദം ഫോർ സച്ച് എ പ്രോജക്റ്റ്. Thank you once again for entire family.